ഹായ് ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറുനാരങ്ങ കറിയുമായിട്ടാണ്. എനിക്കൊരു ചെറുനാരങ്ങ കിട്ടി, അപ്പോൾ അത് കറി വയ്ക്കുന്നതിൻ്റെ സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം കൊച്ചുള്ളി ആവശ്യത്തിന്, മുളകും മല്ലിയും ഞാൻ പൊടിച്ചത് വറുത്തതാണ്. പിന്നെ ഇത് കടുകുണ്ട്, മുളക്, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്ര പുളി വേണം, പുളി അത് വെള്ളത്തിൽ ഇട്ടേക്കണം, ഉപ്പും കറിവേപ്പിലയും, ഒരു നാരങ്ങയുടെ നീര്, വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണയാണ്, വേറൊരു എണ്ണയില്ല, വെളിച്ചെണ്ണയാണ്. അപ്പം ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. കടുകിടാം. മുളക് രണ്ടായിട്ട് കീറി ഇട്ട് കൊടുത്ത് പിന്നെ കൊച്ചുള്ളി ഇടുകയാണ്. ഇത് ഇളക്കി കൊടുക്കാം. ഒരു ഉപ്പിടുകയാണ്. ഇളക്കി ഒന്ന് വാടട്ടെ. ഇത് കൊച്ചുള്ളിയാണ്, സവാളയല്ല, ഇത് കൊച്ചുള്ളിയാണ്. ഇത് പണ്ട് എൻ്റെ അമ്മയുടെ അമ്മ കല്യാണത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴേ ഒരു നാരങ്ങ കിട്ടും. അപ്പോൾ ആ നാരങ്ങ പിറ്റേന്ന് ഞങ്ങൾക്ക് കൊച്ചുള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കറി ആക്കി തരുന്നതാണ്. നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരട്ടെ. നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ, ശകലം മതി. മഞ്ഞൾപ്പൊടി ഉള്ളിയും കൂടെ ഒന്ന് മൂക്കട്ടെ. മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് വെച്ചേക്കുന്നത് ഇടാം. രണ്ട് ഇട്ടിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഇട്ടാൽ മതി, നമ്മൾ എത്രത്തോളം ഉള്ളി. പാനമായ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. നാരങ്ങ നീരൊഴിച്ചു. ഈ പരുവായി. പുളി നോക്കിയിട്ട് പുളി ഉണ്ട് എങ്കിൽ ശകലം കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ പുളി ചെറിയ ചൂട് വെള്ളത്തിലാണ് ഇട്ടിരുന്നത്. ഇതാണ് പരുവം. ഇതിലേക്ക് ഞാൻ കരിവേപ്പില ഇടുകയാണ്. ഞാൻ കരിവേപ്പില അവസാനം ഇടുന്നതെന്ന് വെച്ചാൽ ഈ കരിവേപ്പില ഇങ്ങനെ ഇടുന്ന വെന്ത് ഒരു പ്രത്യേക മണമാണ്. ഇനി ഉലുവാപ്പൊടി ഇടണം. ഉപ്പ് നോക്കിയാൽ ഉപ്പുണ്ട്. ഇത്ര ഉലുവാപ്പൊടി ഇടുകയാണേ, ഇത്രയും വേണ്ട. അപ്പോൾ ചെറുനാരങ്ങക്കറി റെഡിയായി. ഓരോ വീട്ടിലും ഓരോ നാട്ടിലും ഓരോ രുചിയാണ്. ഞാനിങ്ങനെയാണ് ചെറുനാരങ്ങക്കറി വയ്ക്കുന്നത്. നമ്മൾ ഇലയുടെ അറ്റത്ത് തൊട്ട് കൂട്ടാനെന്ന് പറഞ്ഞ് വയ്ക്കത്തില്ല, അതേ പരുവം.